ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തരി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബാക്കി വന്ന ചിക്കൻ റോസ്റ്റാണ്. കുറച്ച് ചിക്കൻ റോസ്റ്റ്. ഇതിൽ നിന്നും എല്ലെല്ലാം മാറ്റിയിട്ട് ചിക്കൻ പീസ് മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിച്ച് കൊടുത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്ക് റവ എടുത്ത് റോസ്റ്റഡ് റവയാണെങ്കിൽ കൂടി തന്നെ നമ്മൾ റവ ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കുറച്ചൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സാക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ റവയൊക്കെ നന്നായിട്ട് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. റവ റോസ്റ്റ് ചെയ്ത അതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു പകുതി സവോളയും ഒരു തക്കാളിയും കറിവേപ്പിലയും ഇട്ട് ഒരു പച്ചമുളകും കൂടെ ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. കുറച്ചങ്ങ് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് വളരെ കുറച്ച് അളവിൽ മാത്രം സ്പൈസസ് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇത് കുറച്ചും കൂടെ വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്ത് കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള 1.5 കപ്പ് റവയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഇത് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ മൊത്തത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കില്ല, 3 തവണകളായിട്ടാണ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ആട്ടോ ഇത്. ബിരിയാണി വെക്കുമ്പോൾ ഇടുന്നത് പോലെ തന്നെ നമ്മൾ മല്ലിയിലയും സവാളയൊക്കെ വറുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും.